കാമം കൊണ്ട് പഴച്ചവർ മാനത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞതാണ് ഞങ്ങളെ. ഞങ്ങളുടെ ജനനം തന്നെ തെറ്റാണോ? അനാഥരായി പോയത് ഞങ്ങളുടെ കുറ്റമാണോ? അച്ഛനും അമ്മയും ഇല്ലാതെ പോയത് ഞങ്ങളുടെ കുറ്റമാണോ? ജാതി മതം അറിയാതെ പോയത് ഞങ്ങളുടെ കുറ്റമാണോ? എനിക്ക് ID കാർഡ് ഇല്ലാത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനാവാത്തത് എല്ലാം എന്റെ കുറ്റമാണോ? ഇതെല്ലാം ഇവിടുത്തെ ഭരണത്തിന്റെ നെറുകേടാണ്. ശരിയല്ലേ? നിങ്ങൾ പറയണം. ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞും ദൈവത്തിന്റെ സ്വന്തമാണ്. ഇവിടെ ജീവിച്ചു വളരാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് പൊതുവായ സത്യമാണ്. അത് നേരാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല സൗകര്യങ്ങളും സകല സ്വത്തുക്കളും ഇവിടെ പിറക്കുന്ന ഓരോ ജീവനും സമമായിട്ടും പൊതുവായിട്ടും വീതിക്കണം. അതിന് നിയമമുണ്ടോ നമ്മുടെ നാട്ടില്? ഇല്ല. എന്താ? നമ്മുടെ നിയമങ്ങൾ പണക്കാർക്ക് വേണ്ടി പണക്കാരാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ലക്ഷക്കണക്കിന് രാമുമാരുടെ ജീവിതം തൊലഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ രാമു അങ്ങനെ തൊലയാൻ ഒരുക്കമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് മുന്നിൽ നമ്മളൊരു വെല്ലുവിളി വെക്കുന്നു. ഈ മണ്ഡലത്തിലെ നിങ്ങൾ എല്ലാവരും കാലേ കൂട്ടി വോട്ട് ചെയ്യാൻ പോണം. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അതെങ്ങനെയാ മോനെ? ബാലറ്റ് പേപ്പറിൽ പേരില്ലാത്ത എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യുമെന്നല്ലേ സംശയം? അതിനൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇഷ്ടവും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വോട്ടെടുപ്പിന് പോയി ബാലറ്റ് പേപ്പർ വാങ്ങി നിങ്ങളുടെ വിരലിൽ മഷി തേച്ച് ആർക്കും വോട്ട് ചെയ്യാതെ ബാലറ്റ് പെട്ടിയിൽ ഇടണം. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുമ്പോൾ അസാധുവായ വോട്ട് അധികമായി വന്നാൽ അത് മറ്റാരുടെയും വോട്ടല്ല, ഈ രാമുവിനുള്ള വോട്ടാണ്. ഞാൻ ജയിച്ചെന്നർത്ഥം. അങ്ങനെ സംഭവിച്ചാൽ എന്നെ ഈ മണ്ഡലത്തിലെ MLA ആയി അംഗീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാണോ? എന്തായാലും അല്ലേലും അവിടുത്തെ ജനക്കൂട്ടം കണ്ടില്ലേ? അവിടുത്തെ കൈയടി കേട്ടിട്ടേ ഇവിടെ എന്റെ കാത് ഒളഞ്ഞു പോണു. സാറ് പറഞ്ഞാണ് ശരി. അവനെ ഉടനെ മെന്റൽ ഹോസ്പിറ്റലാക്കണം. ഇനി അവൻ പറയുന്നത് കേട്ട് അത്രയും പേര് വോട്ട് ചെയ്യാതിരുന്നാൽ ഏതായാലും എന്റെ മോൻ തന്നെ ജയിക്കും. നമ്മുടെ കക്ഷികൾ നമുക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ, അവരെയില്ലോ. സാർ, അങ്ങയുടെ മകൻ സുന്ദരാന്റെ എതിരാളി രാമു പുതിയൊരു പ്രചരണം നടത്തുന്നല്ലോ, അതേപ്പറ്റി അങ്ങയുടെ അഭിപ്രായം? ഈ രാമു ഒരു സ്ഥാനാർത്ഥിയാണോ? അവൻ എന്തോ വിളിച്ചു കൂവി. സീറ്റ് കിട്ടാതെ വന്നപ്പോ എന്തൊക്കെയോ വിഡ്ഢിത്തം വിളിച്ചു പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ ചെയ്യുന്നതേ കുറ്റകരമാണ്. നിങ്ങൾ അവൻ പറയുന്നതും കേട്ടിട്ടാണോ എന്റെ അടുത്ത് വരുന്നത്? നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും കിട്ടി? അങ്ങനെ നിസാരമാക്കേണ്ട സാർ. ഇന്നിപ്പോ ഇതേ രാമുവിന്റെ സ്പീച്ചാണ് ടോപ്പ് ഓഫ് ദി ടൗൺ. അയാൾ ശ്രമിച്ചാൽ വളരെയേറെ വോട്ട് പിടിക്കാമെന്ന് ജനങ്ങൾ കരുതുന്നു. അങ്ങനെ വന്നാൽ മകന്റെ ഭാവി? എന്റെ മോളെ, ആ കിറുക്കൻ ചെക്കൻ രാമു പറഞ്ഞ മാതിരി മുദ്ര കുത്താത്ത വോട്ട് പെട്ടിയിലിട്ടാലും അതെന്റെ മകന് കിട്ടുന്ന വോട്ടിന്റെ പകുതി കൂടി വരില്ല. അതിലും അധികം വന്നാൽ ഇനി എന്ത് ചെയ്യും സർ? അയ്യയ്യേ, അങ്ങനെ വന്നാൽ ആ രാമുവിനെ ഞാൻ എന്റെ മന്ത്രിസഭയിലെ ഹോം മിനിസ്റ്റർ ആക്കിയേക്കാൻ പോരെ? അത് മതിയോ?